ഇതുവരെ നമ്മൾ പറഞ്ഞത് റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റവും അതേപോലെ ആ മോഡലിന്റെ ലിമിറ്റേഷൻസും ആ ലിമിറ്റേഷൻസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വന്നതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിലാണ് ലിമിറ്റേഷൻസ് കണ്ടെത്തിയത്. അതിനുശേഷം വന്ന തിയറിയാണ് അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്ത് സോൾവ് ചെയ്ത് വന്ന തിയറിയാണ് ബോർ തിയറി അല്ലെങ്കിൽ ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഈ ബോർ മോഡൽ ഓഫ് ആറ്റത്തിലേക്കിന്റെ ഡെവലപ്മെന്റ് അതായത് അതിന്റെ ഫോർമുലേഷനിലേക്ക് ആ തിയറിയുടെ ഫോർമുലേഷനിലേക്ക് എത്തിയ അതിന് സഹായിച്ച ചില ഡെവലപ്മെന്റ്സ് ആണ്, ചില മുന്നേറ്റങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഡ്യുവൽ നേച്ചർ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പാർട്ടിക്കിൾ നേച്ചറും അതേപോലെ മാഗ്നറ്റിക് നേച്ചറും. ഇതിനെയാണ് ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നത്. പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ കണികകളുടെ റേഡിയേഷന്റെ തരംഗങ്ങളുടെ ദ്വൈത സ്വഭാവം എന്ന് പറയും. ഈ ദ്വൈത സ്വഭാവം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് രണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് രണ്ട് സ്വഭാവങ്ങളുണ്ട്, പാർട്ടിക്കിൾ നേച്ചറും അതേപോലെ മാഗ്നറ്റിക് നേച്ചർ. രണ്ടാമത് എക്സ്പ്ലനേഷൻ ഓഫ് അറ്റോമിക് സ്പെക്ട്ര ബൈ ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തില് ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് എനർജി ലെവൽസ്. അതെന്താണ് ഈ ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷെല്ലുകളൊക്കെ എൽ എം എൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഈ ഷെല്ലുകളുടെ പ്രത്യേകത ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് ആണ്. എന്ന് പറഞ്ഞാൽ കെക്ക് ഒരു എനർജി, എല്ലിന് ഒരു എനർജി, എമ്മിന് എനർജി. അങ്ങനെ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസിന്റെ അറ്റോമിക് സ്പെക്ട്ര, ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസിനെ അറ്റോമിക് സ്പെക്ട്ര വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. അത് വരുന്നത് ശരിക്ക് റുദർഫോർഡിന്റെ ആറ്റം മോഡലില് എനർജി ലെവൽസിനെ കുറിച്ച് അല്ലെങ്കിൽ എനർജി ഓഫ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അറ്റോമിക് സ്പെക്ട്ര ഉപയോഗിച്ച്. അറ്റോമിക് സ്പെക്ട്ര എന്താ പിന്നീട് പറയാൻ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാണ്ട്. അറ്റോമിക് സ്പെക്ട്ര ഉപയോഗിച്ച് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയതും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഡ്യുവൽ നേച്ചർ പ്രപ്പോസ് ചെയ്തും അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്, ഈ രണ്ട് ഡെവലപ്മെന്റ് ആണ് ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ തിയറിയിലേക്ക് നയിച്ച അല്ലെങ്കിൽ ബോർ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ രണ്ട് ഡ്യുവൽ നേച്ചറിലെ ആദ്യത്താണ് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ നമ്മൾ പാർട്ടിക്കൽ നേച്ചറും വേവ് നേച്ചറും എന്നുള്ള രണ്ട് പ്രോപ്പർട്ടികളുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഈ വേവ് നേച്ചറിന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ടാകുന്നത് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് moves under acceleration. Alternating electric and magnetic fields are produced and transmitted in the form of waves. അതായത് ഒരു വേവ് നേച്ചർ, ഒരു റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ്ഡ് ബോഡി അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് അണ്ടർ ആക്സിലറേഷൻ. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് അണ്ടർ ആക്സിലറേഷൻ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൊഡ്യൂസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ട്രാൻസ്മിറ്റഡ് ഇൻ ദി ഫോം ഓഫ് വേവ്സ്. തരംഗങ്ങളായിട്ട് അല്ലെങ്കിൽ വേവ്സിന്റെ ഫോമില് ആ ചാർജ് പാർട്ടിക്കിൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ അതിൽ നിന്ന് പോകാൻ തുടങ്ങും. രണ്ടാമത്തെ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, വേവ് നേച്ചർ കാണിക്കുന്ന electromagnetic theory that was proposed by James Maxwell, and it can explain the diffraction and interference. ഈ ഡിഫ്രാക്ഷനും ഇന്റർഫറൻസും രണ്ടും ലൈറ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ഇത് കൂടുതൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിഫ്രാക്ഷനും ഇന്റർഫറൻസും ഫിസിക്സിൽ വരുന്ന ഭാഗമാണ്. അതിൽ എന്താണ് ഡിഫ്രാക്ഷൻ, എന്താണ് ഇന്റർഫറൻസ് ഒക്കെ നമ്മളവിടെ പഠിക്കും. എന്തായാലും ലൈറ്റിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഡിഫ്രാക്ഷനും അതേപോലെ ഇന്റർഫറൻസും. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പ്രോപ്പർട്ടീസ്. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മള് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയും അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണെന്ന് പറഞ്ഞു. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ച് നമുക്ക് ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ നമുക്ക് മെറിറ്റ് ആയിട്ട് വേണമെങ്കിൽ എണ്ണാൻ പറ്റുന്നതാണ്. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അവിടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി, ദി ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബൈ ഓസിലേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ.
ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, രണ്ട് ഫീൽഡുകൾ. ഒരു വേവ് രണ്ട് ഫീൽഡുകൾ ഉണ്ടാവും. ഒന്ന് ഇലക്ട്രിക് ഫീൽഡാണ്, മറ്റൊന്ന് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓസിലേഷനിലൂടെയാണ്. ഓസിലേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾസ് എന്നാണ് ഈ ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓസിലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൂടി ഇങ്ങനെ കുറഞ്ഞു വരുന്ന വേവ് പോലെയുള്ള ഇതിനെയാണ് ഓസിലേഷൻ എന്ന് പറയും. അപ്പൊ പെർപെൻഡിക്കുലർ ഈച്ച് അതർ. ആ ഓസിലേറ്റിംഗ് വേവ്സ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലാണ്, അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ മൂവ്മെന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ മൂവ്മെന്റ് എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ മൂവ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. ഒന്ന് ഇലക്ട്രിക് ഫീൽഡും മറ്റൊന്ന് മാഗ്നറ്റിക് ഫീൽഡും. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ട്രാവൽ ഇൻ വാക്വം, നോ മീഡിയം റിക്വയർഡ് ടു ട്രാവൽ. അത് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ലൈറ്റ്, സൺലൈറ്റ്. സൂര്യനിൽ നിന്നും ആ ലൈറ്റ് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതിനിടയിൽ ഒരുപാട് ഫ്രീ സ്പേസ് ഉണ്ട്, വാക്വം, ശൂന്യാകാശം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതിലൂടെയൊക്കെ റേഡിയേഷൻ കടന്നു പോരാൻ പറ്റുന്നതുകൊണ്ടാണ് ലൈറ്റ് ഭൂമിയിൽ എത്തുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി, ട്രാവലിംഗ് വാക്വം, നോ മീഡിയം റിക്വയർഡ് ടു ട്രാവൽ. സഞ്ചരിക്കുന്നതിന് മാധ്യമം ആവശ്യമില്ല, വാക്വത്തിലൂടെ, ശൂന്യതയിലൂടെ സഞ്ചരിക്കും. രണ്ടാമത്തത്. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് there are different types of electromagnetic radiation. ഡിഫറെന്റ് ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ട്. ആ ഡിഫറെന്റ് എങ്ങനെയാണ് ഡിഫർ ചെയ്തിട്ടുള്ളത്, എങ്ങനെ ഡിഫർ ഇൻ വേവ് ലെങ്ത് കാൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അങ്ങനെ വേവ് ലെങ്തിൽ ഡിഫറൻസ് ഉള്ള ഡിഫറെന്റ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ കളക്ഷനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു ചെറിയ ഭാഗമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എച്ചിയോ, വയലറ്റ്, ഇൻഡിഗോ തുടങ്ങി റെഡിൽ അവസാനിക്കുന്ന ഒരു സ്പെക്ട്രാണ്. അപ്പൊ അങ്ങനെയുള്ള വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന വാട്ടറിലുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ അറേഞ്ച്മെന്റിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. നാലാമത്തെ പ്രോപ്പർട്ടി, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. വ്യത്യസ്ത തരത്തിലുള്ള യൂണിറ്റുകൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വ്യത്യസ്ത യൂണിറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂണിറ്റുകൾ നമുക്ക് അടുത്ത സ്ലൈഡില് അടുത്ത ഭാഗത്ത് പരിചയപ്പെടും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിഫറെന്റ് യൂണിറ്റ്സ് പരിചയപ്പെടുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ വേവ് ലെങ്ത്. നമുക്ക് ഇവിടെ ചെറുതായിട്ടാണെങ്കിലും നമുക്ക് കാണുന്നുണ്ടാവും വ്യത്യസ്ത ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞതിൽ തുടങ്ങി വേവ് ലെങ്ത് ഏറ്റവും കൂടിയതിലേക്കുള്ള തരത്തിലുള്ള ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സ്പെക്ട്രം അറേഞ്ച്മെന്റിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. നമുക്ക് ആ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തില് നമുക്ക് പരിചയമുള്ള വ്യത്യസ്ത റേഡിയേഷൻസ് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത് നമുക്ക് അറിയുന്നതാണ് റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടുള്ള റേഡിയോ വേവ്സ് ഉപയോഗിച്ചാണ് റേഡിയോ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് മൊബൈൽ റേഡിയേഷൻസ് നമുക്കറിയാം, എന്താണ് മൈക്രോവേവ് റേഡിയേഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വരുന്ന റേഡിയേഷൻസ്. അതേപോലെ മറ്റൊന്നാണ് ഇൻഫ്രാറെഡ്. നമ്മൾ റിമോട്ട് കൺട്രോൾ, ടിവിയുടെ ഇതിന്റെയൊക്കെ ഫ്രിഡ്ജ്, പിന്നെ AC-യുടെ ഒക്കെ റിമോട്ട് കൺട്രോൾ, അത് IR ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. മറ്റൊന്ന് നമുക്ക് സുപരിചിതമായിട്ടുള്ള TV ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിസിബിൾ റേഡിയേഷൻ, വയലറ്റ് തുടങ്ങി റെഡ് വരെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുന്നത് മൈക്രോവേവ് ഓവൺ ആണ് കാണിച്ചിട്ടുള്ളത്, മൈക്രോവേവ് റേഡിയേഷൻസ്. അപ്പുറത്ത് കാണിച്ചിട്ടുള്ളത് നമുക്ക് പരിചയമുള്ള എക്സ്റേ, അവിടെ എക്സ് റേഡിയേഷൻസ്. ഇങ്ങനെ ഗാമ റേഡിയേഷൻസ്, മൈക്രോവേവ് റേഡിയേഷൻസ്, അതേപോലെ റേഡിയോ വേവ്സ്, എക്സ്റേസ്, ഗാമ റേസ്, അങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്, ഒരുപാട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് തുടങ്ങി വേവ് ലെങ്ത് കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക്
വേവ് വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കളക്ഷൻ അല്ലെങ്കിൽ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലുള്ള ക്രമീകരണത്തിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മള് അതിന്റെ പ്രോപ്പർട്ടീസ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത യൂണിറ്റുകൾ യൂസ് ചെയ്യുന്നു. ആ ഭാഗത്ത് വരുന്ന യൂണിറ്റുകളാണ് നമ്മൾ ഈ കാണുന്നത്. അതിലൊന്നാമതാണ് ഫ്രീക്വൻസി. That is represented by using the letter nu, NHU എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. രണ്ടാമത്തെ വേവ് ലെങ്ത് ലാംഡ, മൂന്നാമത്തെ സ്പീഡ് C, സ്മോൾ ലെറ്റർ C, സ്പീഡ് ഓഫ് ലൈറ്റ്, and fourth one is the wave number that is represented by using nu bar. ഇത് ശരിയല്ല, ഇവിടെ കാണിച്ചിട്ടുള്ളത് ശരിയല്ല. ഈ ന്യൂ എന്നുള്ള ഇവിടെ ഉള്ള ഫ്രീക്വൻസിന്റെ ന്യൂ എന്നുള്ളതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വരയാണ് ഉണ്ടാവും, ഇങ്ങനെ ഒരു വരയാണ് ഉണ്ടാവും, അതാണ് ന്യൂ ബാർ. അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് ആണ്, 4 യൂണിറ്റ്സ് ഉപയോഗിച്ചാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 3 നമുക്ക് പരിചയമുള്ള നിങ്ങൾ പഠിച്ചതായിരിക്കും. ഫ്രീക്വൻസി ന്യൂ, മലയാളത്തിലെ ആവൃത്തി എന്ന് പറയും. രണ്ടാമത് നമുക്ക് പരിചയമാണ് വേവ് ലെങ്ത്, മലയാളത്തിൽ തരംഗ ദൈർഘ്യം എന്ന് പറയും. മൂന്നാമത് സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ വേഗത. നാലാമത് മാത്രമേ നമുക്ക് പരിചയമില്ലാത്തുണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും മനസ്സിലാക്കാം. ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഫ്രീക്വൻസി. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ന്യൂ. And it is the number of waves passing through a point in 1 second. ഒരു പോയിന്റിലൂടെ, ഒരു പ്രത്യേക പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിന്റ് എടുത്ത് ആ പോയിന്റിലൂടെ 1 സെക്കൻഡിൽ പാസ് ചെയ്യുന്ന വേവ്സിന്റെ എണ്ണത്തെയാണ് നമ്മള്, 1 സെക്കൻഡിൽ ആ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വേവ്സിന്റെ എണ്ണത്തെയാണ് നമ്മള് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി is the number of waves passing through a point in 1 second. അതിന് യൂണിറ്റ് ഹെഡ്സ് ആണ്. ഹെഡ്സ് എന്നുള്ളത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്, അതിൽ നിന്നാണ് വാക്ക് വന്നിട്ടുള്ളത്. ഹെഡ്സ് ആണ് അതിന്റെ യൂണിറ്റ്. യൂണിറ്റ് ഈസ് ഹെഡ്സ് ഓർ സൈക്കിൾ പെർ സെക്കൻഡ് എന്നുള്ളതാണ് അതിന്റെ യൂണിറ്റ്. സൈക്കിൾ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ എത്ര സൈക്കിൾ. ഇവിടെ സൈക്കിൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എത്ര വേവ്സ്. ഒരു വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു അപ്പറും ഒരു ലോവറും ഉൾപ്പെടുന്നതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എത്ര സൈക്കിൾസ് 1 സെക്കൻഡിൽ പാസ് ചെയ്യുന്നു. ന്യൂ, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ന്യൂ ഇസ് ഈക്വൽ ടു C by lambda. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു C. C is the speed of light. C is the speed of light and lambda is the wavelength. അപ്പോ നമുക്ക് ഫ്രീക്വൻസിയും ലാംഡയും വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ന്യൂ ഈസ് ഈക്വൽ ടു C by lambda. C ന്റെ വാല്യൂ നമുക്കറിയാം. C is the speed of light in vacuum. C is equal to 3 to 10 raised to 8 meter per second. അപ്പോ ഇതിൽ നിന്ന് ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി is number of waves passing through a point in 1 second. അതോടൊപ്പം തന്നെ മറ്റൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ലാംഡ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കാണാം, ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ ലാംഡ കാണാം. കാരണം C is a constant. നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ് എന്നതാണ്. നമുക്ക് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് ഈ പോയിന്റ് ആണ്. ഈ പോയിന്റിലൂടെ 1 സെക്കൻഡിൽ പാസ് ചെയ്യുന്ന വേവ്സ്, ഇപ്പൊ ഇവിടെ വേവ്സ് പെർ സെക്കൻഡ് 3 ആണ്. ഇവിടെ 3 ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിലൂടെ ഈ കാണിച്ചിട്ടുള്ള വേവ് ഈ പോയിന്റിലൂടെ എത്ര വേവ് പാസ് ചെയ്യും? 3 വേവ് പാസ് ചെയ്യും. 3 വേവ് എന്നാൽ ഒരു വേവ് നമുക്കറിയാം ഇവിടം തുടങ്ങി ഇവിടം വരെ ഉള്ളതിനാണ് ഒരു വേവ് എന്ന് പറയും. ഇങ്ങനെ ഇവിടം തുടങ്ങി ഇവിടം വരെ ഉള്ളതിന് ഒരു വേവ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ലോവറും ഒരു അപ്പറും. അപ്പോ ഈ ലോവർ ആപ്പ് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് ഒരു അപ്പറും ഉണ്ടാവും, ഒരു ലോവറും ഉണ്ടാവും. അപ്പോ ഇതിന്റെ സെന്ററിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങി ഇതുവരെ ഒരു ലോവറും ഒരു അപ്പറും ഉൾപ്പെടുന്ന അങ്ങനെ എത്ര വേവ്സ് ഈ ഒരു പോയിന്റിലൂടെ എത്ര വേവ്സ് 1 സെക്കൻഡിൽ പാസ് ചെയ്തു. ഇപ്പൊ ഇവിടെ 3 ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണ്? 3 ഈ ഒരു പോയിന്റിലൂടെ
3 വേവ്സ് പാസ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ യൂണിറ്റ് ആണ് വേവ് ലെങ്ത്. മലയാളത്തിൽ തരംഗ ദൈർഘ്യം എന്ന് പറയും. റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ എന്നുള്ള യൂണിറ്റ് ലെറ്റർ ഉപയോഗിച്ച് ലാംഡ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലാംഡ ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ക്രസ്റ്റ് ഓർ ടർഫ് ഓഫ് എ വേവ്. ഒരു സിംഗിൾ വേവിന്റെ ലെങ്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ തൊട്ടടുത്ത ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഓർമ്മ മലയാളത്തില് പിന്നെ ഉന്നതിയും ഗർത്തവും എന്നാണ് എന്റെ ഓർമ്മ. ട്രഫ് ഗർത്തം താഴെ ഭാഗം, മറ്റേത് ഉന്നതി എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഒന്നിൽ 2 ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ 2 ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു വേവിന്റെ ലെങ്ത് ഓഫ് എ സിംഗിൾ വേവ് ഈസ് കോൾഡ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് ലെങ്ത്തിന്റെ യൂണിറ്റ് തന്നെയാണ്, മീറ്റർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസിയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ ന്യൂ ഇസിക്കൽ ടു സി ബൈ ലാംഡ ആണെങ്കിൽ ഇവിടെ ലാംഡ ഇസിക്കൽ അതേ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ലാംഡ ഇസിക്കൽ ടു സി ബൈ ന്യൂ. സിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് സി ഇസിക്കൽ ടു 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എന്താണ് വേവ് ലെങ്ത് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ യൂണിറ്റ് മനസ്സിലാക്കണം. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ന്യൂ തന്നാൽ ലാംഡ കാണാൻ പറ്റാം, ലാംഡ തന്നു കഴിഞ്ഞാൽ ന്യൂ കാണാൻ പറ്റും. നേരിട്ട് അങ്ങനെ ചോദ്യം വരില്ല, പക്ഷേ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ന്യൂ ആവശ്യം ഉണ്ടാവും. ഇക്വേഷൻ പ്രകാരം പക്ഷെ നമുക്ക് ലാംഡ തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ന്യൂ കണ്ടെത്തേണ്ടത്. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലാണ് പൊതുവെ ഇത് ചോദിക്കാറുള്ളത്. ഡയറക്റ്റും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതാണ് വേവ് ലെങ്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്രസ്റ്റ് ഇവിടെ, അടുത്ത ക്രസ്റ്റ് ഇവിടെ. ഈ 2 ക്രസ്റ്റുകൾക്കിടയിലുള്ള ഈ ലെങ്ത് ഇതിന്റെ യൂണിറ്റ് മീറ്ററിലായിരിക്കും. ഇതിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി ഓർപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ വേവ് വരയ്ക്കുമ്പോൾ സെന്ററിൽ ഒരു ലൈൻ ഉണ്ടാവും. ആ സെന്ററിൽ നിന്നാണ് മുകളിലോട്ടുള്ള ഓസിലേഷൻ കാണിക്കുക, താഴോട്ടുള്ള ഓസിലേഷൻസ് കാണിക്കുക. അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു അപ്പർ ഹാഫ് ഉണ്ടാവും, ഇവിടെ ഒരു അപ്പർ ഹാഫ് ഉണ്ടാവും. രണ്ടും കൂടി കൂട്ടുമ്പോൾ ഒരു ഫുൾ ഹാഫ്, അതേപോലെ ഇവിടെ ഒരു ഫുൾ ഹാഫ് ഉണ്ടാവും. രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് നമുക്കൊരു വേവ് കിട്ടുക. അല്ലെങ്കിൽ അഡ്ജസന്റ് ക്രസ്റ്റുകൾ തമ്മിലുള്ള അഡ്ജസന്റ് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്ത 3ാമത്തെ യൂണിറ്റ് ആണ് സ്പീഡ്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് സി. ഇൻ വാക്വം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ട്രാവൽ അറ്റ് ദി സെയിം സ്പീഡ്. വാക്വത്തിലെ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും സെയിം സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ആ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ വാക്വം ഈക്വൽ ടു 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. ഇതിന്റെ വാക്വത്തിലുള്ള എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ്. അതിന്റെ റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. C is equal to nu lambda. C is equal to nu lambda. That is the C. That is the speed of light. C is equal to 3 × 10⁸ മീറ്റർ/സെക്കൻഡ് is equal to nu into lambda. അതായത് എപ്പോഴും ഫ്രീക്വൻസിയും വേവ് ലെങ്തിന്റെയും പ്രോഡക്റ്റ് ഗുണനഫലം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വേവ് ലെങ്ത് ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ്. When frequency increases, wavelength decreases. എപ്പോഴും ഇതിന്റെ ഗുണനഫലം ഈക്വൽ ആയിരിക്കും, ഗുണനഫലം കോൺസ്റ്റന്റ് ആയിരിക്കും. That is the value C is equal to 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. 4ാമത്തെ യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് വേവ് നമ്പർ. വേവ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് വേവ് നമ്പർ, അല്ലെങ്കിൽ ന്യൂ ബാർ നമ്മൾ പറഞ്ഞു. That is the number of wavelength per unit length. യൂണിറ്റ് ലെങ്തിലുള്ള വേവ് ലെങ്തുകളുടെ എണ്ണത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ ഫിക്സഡ് ആണ്. 1 മീറ്റർ എടുത്തു, ആ 1 മീറ്ററിൽ എത്ര വേവ്സ് ഉണ്ട് അത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് വേവ് നമ്പർ. നമ്പർ ഓഫ് വേവ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത്. 1 സെന്റിമീറ്റർ ആവാം, 1 മീറ്റർ ആവാം, 1 കിലോമീറ്റർ ആവാം. ഏതായാലും യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് വേവ്സ്, എത്ര വേവ്സ് ഉണ്ട് ആ വേവ്സിന്റെ എണ്ണത്തെയാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ മറ്റൊരു ഡെഫിനിഷനാണ് റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. That is nu bar is equal to 1/λ.
വേവ് ലെങ്ത്തിന്റെ റെസിപ്രോക്കലാണ് വേവ് നമ്പർ. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. or this is the reciprocal of wavelength. 1/λ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ലാംഡയുടെ യൂണിറ്റ് എം ആണ്. 1/λയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ന്യൂ ബാറിന്റെ വേവ് നമ്പർ യൂണിറ്റ് മീറ്റർ റൈസ് ടു -1 അല്ലെങ്കിൽ പെർ മീറ്റർ എന്നാണ് പറയാം. സാധാരണ യൂസ് ചെയ്യുന്ന യൂണിറ്റ് സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ റൈസ് ടു -1 ആണ് സാധാരണ കോമൺലി യൂസ്ഡ് യൂണിറ്റ്. ഇപ്പൊ മറ്റുള്ളതിനേക്കാളൊക്കെ ഇത് വ്യത്യസ്തമായിട്ടാണ് വേവ് നമ്പർ. കാരണം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. വേവ് നമ്പർ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരിക്കലും വേവ് ഫ്രീക്വൻസിയും വേവ് നമ്പറും മാറരുത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ് ആണ്. എന്നാൽ ഇവിടെ അതല്ല. യൂണിറ്റ് ലെങ്ത്തിലുള്ള വേവുകളുടെ എണ്ണത് നമ്പർ ഓഫ് വേവ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത്. എത്ര വേവ് ലെങ്തുകളുണ്ട്, എത്ര നമ്പർ ഓഫ് ഫുൾ വേവുകളുണ്ട് അല്ലെങ്കിൽ വേവ് ലെങ്തുകളുണ്ട് യൂണിറ്റ് ലെങ്ത്തിൽ തന്നെയാണ് വേവ് നമ്പർ അല്ലെങ്കിൽ ന്യൂ ബാർ എന്നത് ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്.